ഇനി തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂർ മൃഗശാലയിലെ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. മൃഗശാലയിലെ ജീവനക്കാരും രശ്മിയും പോപ്പിയും റോഷനും തമ്മിലുള്ള സൗഹൃദം. രശ്മിയും പോപ്പിയും റോഷനും ആരാണെന്നല്ലേ കണ്ടു നോക്കാം. ഒറ്റ വിളി മതി, ഓടിയെത്തും. നല്ല സൗഹൃദമാണ് പോപ്പിക്കും രശ്മിക്കും റോഷനും ഇവിടെയുള്ള ജീവനക്കാരുമായി. കാഴ്ചയ്ക്ക് പാവങ്ങളാണെങ്കിലും ആക്രമണ സ്വഭാവമുള്ളവരാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. പക്ഷേ മൃഗശാല ജീവനക്കാർക്ക് മുൻപിൽ അവർ ശാന്തരാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിയ മരുന്ന് കൊടുക്കലൊക്കെ ഞങ്ങൾ ചെയ്യും. അത് കാരണം കൊണ്ടുള്ള ഒരു അണക്കൊക്കെ ഉണ്ട് അവരായിട്ട്. ഫ്രണ്ട്ലിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവരെ ഉണ്ടാക്കാറില്ല. ഉള്ളിലേക്ക് പറഞ്ഞാൽ അവരവിടെ നിന്ന് ചേറ്റി പെട്ടെന്ന് ആക്രമിക്കാനായിട്ട് വരും. ഇവിടെ ജീവനക്കാരൊക്കെ ആകുമ്പോൾ അവർ അതിൻ്റെ ഒരു അടുപ്പ് അവർക്കുണ്ട്. പോപ്പിയും രശ്മിയും ഒരുമിച്ചും റോഷൻ മറ്റൊരു കൂട്ടിലും. മൂവരുടെയും കളികളും ജീവനക്കാരുമായുള്ള സൗഹൃദവുമൊക്കെ സന്ദർശകർക്കും സന്തോഷം പകരുന്നു. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോ? അവിടെ എന്താ കണ്ട്? ചീര കൊടുത്ത്, പഴം കൊടുത്ത്, ഗോതമ്പ് കൊടുത്ത്, ഇഷ്ടായി. റോഷന്റെയും രശ്മിയുടെയും അമ്മയാണ് പോപ്പി. 20 വർഷത്തിലധികമായി ഇവിടെയുണ്ട്. കുറച്ചു കാലം കൂടിയേ പോപ്പിയെയും രശ്മിയെയും ഇവിടെ കാണാൻ കഴിയൂ. വൈകാതെ തന്നെ ഇരുവരും പുത്തൂർ സുവോളജി പാർക്കിലേക്ക് പോകും. തൃശൂർ മൃഗശാലയിൽ നിന്നും ബേസിൽ ജോർജിനൊപ്പം കെ അഖിൽ, മീഡിയ 1.